ഫുട്ബോളിന്റെ ലോകകപ്പ് ചരിത്രത്തിൽ ഇതുവരെ ആരും ശ്രദ്ധിക്കാത്ത എന്നാൽ ഏറ്റവും നിർണായകമായ ഒരു വലിയ പോരാട്ടം സ്റ്റേഡിയങ്ങൾക്ക് പിന്നിൽ നടക്കുന്നുണ്ട്. റൊണാൾഡോയുടെയും മെസ്സിയുടെയും നെയ്മാറിന്റെയും മാന്ത്രിക ചുവടുകൾക്ക് വേദിയാകാൻ പോകുന്ന ആ പച്ചപ്പരവതാനിക്ക് പിന്നിലെ രഹസ്യകഥ എന്താണെന്ന് നോക്കാം. ലോകകപ്പിൽ കളിക്കാർ തമ്മിൽ മാത്രമല്ല മത്സരം, കളി നടക്കുന്ന മൈതാനങ്ങളിലെ പുല്ലുകൾ തമ്മിലുമാണ്. 3 രാജ്യങ്ങളിലായി പടർന്നു കിടക്കുന്ന 16 സ്റ്റേഡിയങ്ങളിലെ കാലാവസ്ഥ തികച്ചും വ്യത്യസ്തമാണ്. മെക്സിക്കോയിലെ കടുത്ത ചൂടും കാനഡയിലെ തണുപ്പും സ്റ്റേഡിയങ്ങളിലെ ഇൻഡോർ ലൈറ്റിംഗും അതിജീവിച്ച് ഒരേ നിലവാരത്തിലുള്ള പിച്ച് ഒരുക്കുക എന്നത് ചരിത്രത്തിലെ ഏറ്റവും വലിയ വെല്ലുവിളി. ഈ വലിയ ദൗത്യം ഏറ്റെടുത്തിരിക്കുന്നത് ഫിഫയുടെ ശാസ്ത്രജ്ഞരും ഒരു കൂട്ടം കർഷകരുമാണ്. ഒരേ വേഗതയിൽ പന്തുരുളാനും താരങ്ങൾക്ക് പരിക്കേൽക്കാതിരിക്കാനുമുള്ള കൃത്യമായ പുല്ലുകളും അവർ ലാബുകളിൽ വികസിപ്പിച്ചെടുക്കുന്നു. കാനഡയിലെയും അമേരിക്കയിലെയും മെക്സിക്കോയിലെയും പ്രാദേശിക കർഷകരാണ് ഈ പ്രത്യേക വിത്തുകൾ തങ്ങളുടെ ഫാമുകളിൽ രാപ്പകലില്ലാതെ വളർത്തിയെടുക്കുന്നത്. വെറുമൊരു പുൽത്തകിടിയല്ല ഇത്, ശാസ്ത്രത്തിന്റെ അത്ഭുതമാണ്. സ്റ്റേഡിയങ്ങളിലെ വായുസഞ്ചാരമില്ലായ്മയും സൂര്യപ്രകാശത്തിന്റെ കുറവും പരിഹരിക്കാൻ വലിയ കൃത്രിമ വിളക്കുകളും കൂറ്റൻ ഫാനുകളുമാണ് മൈതാനങ്ങളിൽ ഒരുക്കിയിരിക്കുന്നത്. ഓരോ സ്റ്റേഡിയത്തിലെയും മണ്ണിന്റെ ഈർപ്പവും താപനിലയും കൃത്യമായി നിരീക്ഷിക്കാൻ സെൻസറുകളും ഹൈടെക് ഡ്രെയിനേജ് സംവിധാനങ്ങളും ഇതിനകം സജ്ജമാക്കി കഴിഞ്ഞു. കളി നടക്കുമ്പോൾ പുല്ല് പെട്ടെന്ന് നശിച്ചു പോകാതിരിക്കാൻ പ്രകൃതിദത്തമായ പുല്ലിനൊപ്പം കൃത്രിമ നാരുകൾ കൂടി ചേർത്തുവെക്കുന്ന അത്യാധുനിക ഹൈബ്രിഡ് സാങ്കേതിക വിദ്യയാണ് ഇത്തവണ ഉപയോഗിക്കുന്നത്. ലക്ഷക്കണക്കിന് ഡോളർ ചെലവഴിച്ചാണ് ഓരോ നഗരങ്ങളിലും ഈ പച്ച പരവതാനികൾ ഒരുക്കുന്നത്. മത്സരം കാണുന്ന കോടിക്കണക്കിന് ആരാധകർ ഗോളുകളെയും താരങ്ങളെയും ഓർക്കുമ്പോൾ ഈ ലോകകപ്പ് വിജയകരമായി പൂർത്തിയാക്കാൻ കാൽപന്തുകളിയുടെ അടിത്തറയായ പുൽത്തകടി ഒരുക്കുന്ന ശാസ്ത്രജ്ഞരും കർഷകരും ടൂർണമെന്റിലെ യഥാർത്ഥ അദൃശ്യ ഹീറോകളായി മാറും. സ്പോർട്സ് ഡെസ്ക്, ന്യൂസ് മലയാളം.